ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ശരിക്കും അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തനോട് നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പം സ്നേഹം കൂടാനാണ് സാധ്യത. സംഘികൾക്കും ക്രിസംഘികൾക്കും ഒഴിച്ച് ഈ നാട്ടിൽ നിഷ്പക്ഷമായി കാണുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു പക്ഷേ ചിലപ്പം അരുൺകുമാർ എന്ന മാധ്യമപ്രവർത്തകനെയും ഹാഷ്മി എന്ന മാധ്യമപ്രവർത്തകനെയൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ. അതുകൊണ്ട് തന്നെ അരുൺകുമാറിൻ്റെ ഒരു കിടിലൻ വീഡിയോമായിട്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് രണ്ട് കന്യാസ്ത്രീകളെ അന്യായമായി ബജ്രംഗൾ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളുടെ സമ്മർദ്ദം മൂലം പോലീസുകാർ പിടിച്ചകത്തു വെച്ചു. അതിനുശേഷം കേരളത്തിലെ പല BJPയുടെ നേതാക്കന്മാരും ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയോടും ഉപമുഖ്യമന്ത്രിയോടൊക്കെ കാല് പിടിച്ച് അപേക്ഷിച്ച സമയത്ത് പോലും അവർ പറഞ്ഞ് പോയി പണി നോക്കാനാണ് പറഞ്ഞത്. പിന്നീട് അവർക്ക് നിക്കക്കളി ഇല്ലാതെ വന്നപ്പോഴത്തേക്കിൽ കേരളത്തിൽ ഈ BJPക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവരുടെ വോട്ട് വേണം എന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഈ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന ഹൈന്ദവരും BJP എന്ന് പറയുന്ന ബജ്രംഗൾ ദൾ എന്ന് പറയുന്ന RSS എന്ന് പറയുന്ന ഈ സംഘടനയുടെ പ്രത്യയശാസ്ത്രത്തെ ഉൾക്കൊള്ളാത്തത്തോളം കാലം ഇവർക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്രിസംഖികളുടെ വോട്ട് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രിയോടും അമിത്ഷാജിയോടും അപേക്ഷിച്ചപ്പോഴത്തേക്ക് അവർ തന്നെ പിടിച്ചു, അവർ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ ഇവരുടെയൊക്കെ വോട്ട് കൊണ്ട് നേടിയിട്ടുള്ള നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം മുന്ന ഗോപി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇന്ന് രാവിലെ കണ്ടിട്ടുള്ളൊരു വാർത്തയാണ്. ഈ അച്ഛൻ പല വിഷയങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. ഇദ്ദേഹം ഇപ്പം പൊങ്ങിയിട്ടില്ല, കാണാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാർ മുഴുവനും BJPയുടെ ഭാഗമല്ല, അവരുടെ കൂടെ നിൽക്കുന്നവരല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കുറച്ച് ക്രിസംഖികളായിട്ടുള്ള ആ ഒരു ചായ്വിൽ നിൽക്കുന്ന കുറച്ച് തീവ്രമായി ചിന്തിക്കുന്ന ആ ഒരു വിഭാഗം മാത്രമാണ് കേരളത്തിൽ BJPക്ക് വേണ്ടി ഇവിടെ വിടുപണി ചെയ്യുന്ന അല്ലെങ്കിൽ ഒത്താശ ചെയ്യുന്ന അല്ലെങ്കിൽ യേശുദേവനെ ഒറ്റുകൊടുത്ത യൂദാസുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ ക്രിസംഖികളായിട്ടുള്ള ഈ കെന്നഡി കരിമ്പിൻ കണ്ടിയും കാസ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരും ഇതുപോലുള്ള ചില പുരോഹിതന്മാരുമാണ് ഇവരുടെയൊക്കെ മൂട് താങ്ങി നടക്കുന്നത്. എന്താണെങ്കിലും മുന്ന ഗോപിയെ കുറിച്ചിട്ട് നമ്മുടെ അരുൺകുമാർ പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, മാസ് എന്ന് പറഞ്ഞാൽ പോരാ, കോലമാസ് വീഡിയോ ആണ്. കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കേരളത്തിലെ യഥാർത്ഥ മുന്നമാരാരാണ് എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇന്നത്തെ ഹീറോസ് മുതലപ്പുഴയിൽ ജോർജ് കുര്യന്റെ ഇറങ്ങിപ്പോയത് ആരെന്നറിയോ? ലത്തീൻ കത്തോലിക്ക സഭയാ. ആ സഭ കാണിച്ച ധൈര്യം കോട്ടയത്തും എറണാകുളത്തുമുള്ള കത്തോലിക്കർ. സഭാവിശ്വാസികളും എത്രമാരും ഒരൊറ്റ തീരുമാനമെടുത്താൽ മതി. ഞങ്ങളുടെ വിദേശത്തു നിന്ന് ലഭിക്കുന്ന സംഭാവനകളുടെ പേരിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വരുന്ന EDയും ഇൻകം ടാക്സും ഒക്കെ ഉണ്ടല്ലോ, അവരെ ഞങ്ങൾ ഭയക്കുന്നില്ലെന്നും ആ ഫോറിൻ വിദേശ പണം സഹായിച്ചതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ ഞങ്ങൾ തയ്യാറാണെന്നും ഇവിടുത്തെ മെത്രമാര് തീരുമാനമെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ BJPയോടുള്ള ഭയം ന്യൂനപക്ഷം ഭയക്കണമെന്ന ചോദ്യത്തിന് അവർ ആദ്യം വരുന്നത് നിങ്ങളുടെ ഫ്രിഡ്ജിലിരിക്കുന്ന മാംസം തേടിയായിരിക്കും, പിന്നീട് വരുന്നത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും നിങ്ങൾ പിടിച്ചിരിക്കുന്ന പുസ്തകവും തേടി ആയിരിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്ത്യൻ സഭകൾ തിരിച്ചറിയുന്നു. പലതുകൊണ്ടും പഠിക്കാതെ ഏറ്റവും ഒടുവിൽ അവരുടെ പ്രിയപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ തൊടുമ്പോൾ അവർ തിരിച്ചറിയുന്നു ഇതുവരെ തങ്ങൾ കണ്ടതെല്ലാം പൊയ് ആണ് എന്നുള്ളത്. പൊയ്മുഖങ്ങൾ ഏതൊക്കെ രൂപത്തിൽ വന്നു, ന്യൂനപക്ഷങ്ങളെ പല രീതിയിലല്ലേ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചത്. വഖഫിന്റെ കാര്യം വന്നപ്പോൾ നമ്മൾ യഥാർത്ഥ മുന്നമാരെ തിരിച്ചറിയുകയായിരുന്നില്ല. യഥാർത്ഥത്തിൽ മുൻപത്തെ മനുഷ്യർക്ക് വഖഫിലെ നിയമം പാസ്സാക്കിയ ദാ ഭൂമി എന്നുള്ളതായിരുന്നല്ലോ വാഗ്ദാനം. മുൻപത്തെ മനുഷ്യർ ഇപ്പോഴും അവിടെ തന്നെ കഴിയുന്നുണ്ട് കേട്ടോ. ഇതേ ഭീതിയിലും ആശങ്കയിലും അവിടെ കഴിയുന്നുണ്ട്. ഒടുവിൽ കിരൺ റിജ്ജു വന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആ വസ്തുത തുറന്നു പറഞ്ഞു. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഈ നിയമത്തിന് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് എന്നതാണ് കിരൺ റിജ്ജു പറഞ്ഞു പോയതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ മുൻപത്തെ മനുഷ്യർക്ക് വഖഫ് നിയമവുമായി ബന്ധപ്പെടുത്തി അതുവരെ നടത്തിയ നാടകങ്ങളെല്ലാം കേവലം പൊറാട്ട് നാടകങ്ങളായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. മുൻപത്ത് നിന്ന് നിങ്ങൾ പഠിച്ചില്ലേ, വഖഫ് നിയമവും ഭേദഗതിയുമായി വരുന്ന സമയത്ത് ഇവിടുത്തെ ക്രിസ്തീയ സഭകൾ ഒന്നടങ്കം പറഞ്ഞില്ലേ, വഖഫ് നിയമത്തിന് ഭേദഗതിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തണം, രാഷ്ട്രീയ നിലപാടെടുക്കണം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലെ BJP നേതൃത്വം ന്യൂനപക്ഷത്തെ കൊണ്ടുപോയി. നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഇവിടെ ക്രിസ്ത്യൻ സഭകളിൽ നിന്ന് ഉയരത്തക്ക രീതിയിൽ അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയില്ലേ. ജോർജ് കുര്യൻ പ്രസംഗിക്കാൻ തുടങ്ങിയതോടുകൂടി ആളുകൾ ഓരോന്നായിട്ട് എഴുന്നേറ്റ് പോയി തുടങ്ങി. നിങ്ങൾ എത്ര കൊന്ത കൊടുത്താലും കുരിശു കൊടുത്താലും കേക്ക് കൊടുത്താലും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലെ വിശ്വാസികൾക്ക് ഇന്ന് BJP നേതാവ് പറയുന്നതിൽ വിശ്വാസമില്ല എന്നതിന്റെ തെളിവാണ്. അതാണ് ഇന്ന് ഒരു കേന്ദ്രമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ പ്രകടനം. എന്താണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്? ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ക്രിസ്ത്യൻ സഭയിലെ രണ്ട് മാലാഖമാരായിരിക്കുന്ന രണ്ട് വയോധികരായിരിക്കുന്ന സിസ്റ്റർമാര് ജയിലിൽ തടങ്കലിൽ കഴിയുന്ന സമയത്ത് ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ് കേരളത്തിലെ ഒരു മന്ത്രി, ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രി. മറ്റൊരു മന്ത്രിയെ കേൾക്കാനേ ഇല്ല. എവിടെയാണ് സുരേഷ് ഗോപി എന്നറിയില്ല. പക്ഷേ എവിടെയാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം?
സുരേഷ് ഗോപി പാർലമെന്റ് സമ്മേളനം ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പാർലമെന്റിൽ ഒരു വാചകം പറഞ്ഞോ? എന്തിന് കേരളത്തിലെ എംപിമാർക്കൊപ്പം ഈ വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ഞാനും പ്രതിഷേധിക്കുന്നു എന്നൊരു വാചകം പറഞ്ഞോ? എന്നിട്ട് ഛത്തീസ്ഗഡിലേക്ക് പോയി നിൽക്കുന്ന എംപിമാർ അവിടെ നിന്ന് പാർലമെന്റിൽ പങ്കെടുത്തിരിക്കുന്നവരാണ്. ക്രിസ്ത്യൻ സഭകളോട് ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ജയിലിൽ കിടക്കുന്ന 2 കന്യാസ്ത്രീകളെ പോയി കാണുകയാണ് വേണ്ടിയിരുന്നത്. സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിനോട് വിയോജിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരു പ്ലക്കാർഡ് പിടിച്ച് ഒന്ന് പ്രതിഷേധിക്കുകയാണ് വേണ്ടത്. 6 ഗ്രാമിന്റെ സ്വർണ്ണമൊന്നും വേണ്ട, പക്ഷേ നല്ല ഉരുക്കുള്ളൊരു മനസ്സ് വേണമായിരുന്നു. ഈ പറയുന്ന മാലാഖമാർക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു മനസ്സ് വേണമായിരുന്നു. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ആ നിശബ്ദത കൊണ്ട് ഒരനീതിയെ ന്യായീകരിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപി ചെയ്ത തെറ്റ്. ജോർജ് കുര്യൻ ചെയ്ത തെറ്റോ? വാക്കുകളും ഒപ്പം തന്നെ ശരീരഭാഷയും ചിരിയും പരിഹാസവും കൊണ്ട് ആ കന്യാസ്ത്രീകളെ ആക്ഷേപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് 2 കാഴ്ചകളും യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ സഭാവിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട്, കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. മാനായും മാരീചനായും വരും എന്ന് പറഞ്ഞതുപോലെ 80-20 എന്ന പ്രയോഗം നടത്തിയ മുഖ്യമന്ത്രിയുടെ പേര് യോഗി ആദിത്യനാഥാണ്. 80-20 തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞത്. ഞങ്ങളും നിങ്ങളും എന്ന് പറഞ്ഞത് ഉത്തർപ്രദേശിലെ സർക്കാരാണെങ്കിൽ ഇവിടെ 20% വേണ്ടിയുള്ള BJP വഖഫിലൂടെ കൊണ്ടുവന്ന, ജിഹാദിലൂടെ കൊണ്ടുവന്ന ഒരു വലിയ നീക്കം പൊളിഞ്ഞ് പാളീസായതിന്റെ അമ്പരപ്പിലും പരിഭ്രാന്തിയിലുമാണ് കേരളത്തിലെ BJP നേതൃത്വം. ഈ വിശ്വാസം തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. ഇനി ഇടയലേഖനം കൂടി വരുമ്പോൾ അത് പൂർണ്ണമാകും. ഇപ്പോൾ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ പോവുകയാണ്. ഈ അനുനയ നീക്കങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല. സൂപ്പർ, പൊളിച്ചടിക്കുക എന്ന് വേണം പറയാൻ. ഇങ്ങനത്തെ മാധ്യമ പ്രവർത്തകരെയാണ് നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം പറയേണ്ട കാര്യം ആർജവത്തോടുകൂടി നട്ടലോടുകൂടി ഏതവൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോഴാണ് അത് മാധ്യമധർമ്മമാകുന്നത്. എന്തായാലും തൊട്ടടുത്ത് നമ്മുടെ ദുർഗാവാഹിനി ഇരിപ്പുണ്ട്. ഒന്നും മിണ്ടാതെ വായിൽ പിരിവെട്ടിയതുപോലെയാണ് ചാച്ചി ആ ഒരു സൈഡിൽ ഒതുങ്ങിക്കൂടിയത്. കാരണം പറയാൻ വാക്കുകളില്ല. കേരളത്തിലെ BJP ഘടകങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരുടെ അന്തഃപുരങ്ങൾ കയറി വീഞ്ഞും കേക്കുമൊക്കെ തിന്നും കൊടുത്തും മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചെട്ടിൻ്റെ പണിയായിട്ടാണ് ഇവർക്ക് തിരിച്ച് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ദൈവം തമ്പുരാൻ വലിയവനാണ് കേട്ടോ. കാരണം ഈ പാപികളെ പന പോലെ വളർത്തും എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാം സ്വിച്ചിട്ടതുപോലെയാണ്. ഒട്ടനടിയാണ് റിസൾട്ട് കിട്ടുന്നത്. കാരണം അവിടെയും കമ്പ്യൂട്ടർ യുഗമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഈ വേട്ടാവളിയന്മാർക്ക് അറിയത്തില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ നിമിഷം വരെ, ഞാൻ ഈ വാർത്ത ചെയ്യുന്ന ഈ സമയം വരെ, നമ്മുടെ മുന്നാ ഗോപി അണ്ണൻ ഒരക്ഷരം ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഈ അന്തഃപുരങ്ങൾ കയറി നടക്കുന്ന BJP നേതാക്കന്മാരും ഇവരുടെ മൂട് താങ്ങി നടക്കുന്ന ക്രിസ്വങ്കികളും മനസ്സിലാക്കുക, ഈ കഴിഞ്ഞ ദിവസവും ഛത്തീസ്ഗഡിൽ 2 വൈദികന്മാരെ മതപരിവർത്തനം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ട് സംഘപരിവാർ തീവ്രവാദികൾ ആക്രമിച്ചിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും മടിക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം. എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രമല്ലാതെ വേറൊന്നും എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനില്ല. എന്തായാലും അരുൺകുമാർ, ബിഗ് സല്യൂട്ട്. നിങ്ങൾ അരുൺകുമാർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.